മോഹൻലാൽ അയാൾ എന്ന് വിളിച്ചത് മോശമായി പോയെന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട്. മോഹൻലാലിനെ അദ്ദേഹം എന്നെ താൻ വിളിച്ചിട്ടുള്ളൂവെന്നും തന്റെ തത്വമസി എന്ന പുസ്തകത്തിന്റെ മഹത്വം ലാലിന് അറിയില്ലെന്നും അഴീക്കോട് പറഞ്ഞു. രാമനാമം ജപിക്കേണ്ട പ്രായമാണ് തനിക്കെന്ന അമ്മ പ്രസിഡന്റ് ഇന്നസെന്റിന്റെ പ്രസ്താവന ഭക്തിയെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള പൊട്ട അറിവാണ്. രാമനാമം ഭക്തന്മാർക്കുള്ളതാണ്, വൃദ്ധന്മാർക്കുള്ളതല്ല. വൃദ്ധന്മാർ സിനിമയിലും വൃദ്ധന്മാരുടെ വേഷം ചെയ്യണം. സിനിമാ തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാൻ താനില്ല. കോഴിക്കോട് പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അഴീക്കോട് തുറന്നടിച്ചു. സാധാരണ പറയും, ഇത് നമ്മുടെ ഭാരതീയരുടെ ഒരു വലിയ പരിഹാസം, ഈ കഴുത കുങ്കുമം ചുമക്കും, പക്ഷെ കുങ്കുമത്തിന്റെ മണം കഴുതക്കറിയില്ല. അതുപോലെ തത്വമസി എന്നതിനെ പറ്റി അദ്ദേഹം ഈ കുങ്കുമം ചുമക്കുന്ന ഗർദഭത്തെ പോലെ സംസാരിക്കരുത്. വസന്തകാലത്തിലെ ഇവരുടെ അഭിനയം യൗവനത്തിന്റെ അഭിനയമാണ്. യൗവനം പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒരു വല്ലാത്തൊരു കാലമാണ്. ആ കാലത്തിലൂടെയാണ് ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പോകുന്നത്. അപ്പോൾ പ്രതാപത്തിന്റെ മധ്യാഹ്നം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ഭയത്തിൽ ഇവർ വെപ്രാളം കൊള്ളുകയാണ്. അപ്പൊ വൃദ്ധനായ ആള് വൃദ്ധന്റെ വേഷമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അത് ഹിന്ദിയിലെ പ്രശസ്ത നടനായ അശോക് കുമാർ എന്തൊരു വലിയ നടനായിരുന്നു. പക്ഷെ അശോക് കുമാർ വയസ്സായതിനു ശേഷം വൃദ്ധന്റെ റോള് എടുത്തിട്ട് ആ വൃദ്ധന്റെ റോളിന് മേക്കപ്പ് ആകാം. പക്ഷെ വൃദ്ധന്റെ റോൾ എടുത്തിട്ട് യുവാവിന്റെ മേക്കപ്പ് ആക്കുന്നത് ആ വേഷത്തിന് വേണ്ടിയുള്ള മേക്കപ്പ് അല്ല. തിലകൻ പ്രശ്നത്തിൽ മോഹൻലാലും സുകുമാർ അഴീക്കോടും തമ്മിലുള്ള വഴക്ക് അവസാനിപ്പിക്കണമെന്ന് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. പ്രശ്നത്തിൽ കക്ഷി ചേരാൻ താൽപര്യമില്ല. മോഹൻലാലിനെ കുറിച്ച് കേട്ടറിവേ ഉള്ളൂ, സിനിമകൾ കണ്ടിട്ടില്ല. സാഹിത്യകാരൻ എന്ന നിലയിൽ സുകുമാർ അഴീക്കോടിനോട് ബഹുമാനമുണ്ട്. വഴക്ക് അവസാനിപ്പിക്കേണ്ടത് സാംസ്കാരിക കേരളത്തിന്റെ ആവശ്യമാണെന്നും കൃഷ്ണയ്യർ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ രണ്ടുപേരും കൂടി യോജിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലാണ് നഷ്ടം, കേരള സംസ്കാരത്തിലാണ് നഷ്ടം, കേരള സാഹിത്യത്തിന്, കേരള കലകൾക്കെല്ലാം തന്നെയും അപമാനമായിരിക്കും കോലം കത്തിക്കലൊക്കെ. അത് അടിയന്തരമായി നിർത്തണം. കോലം കത്തിക്കുന്നവരുടെ പേരിൽ ജനങ്ങൾ നടപടിയെടുക്കണം. ഗണേഷ് കുമാർ എംഎൽഎയെ തോൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട നടൻ തിലകനെ പത്തനാപുരത്ത് ഒരു സംഘം ആളുകൾ തടഞ്ഞു. സെന്റ് സ്റ്റീഫൻസ് കോളേജ് ആർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് തിലകനെതിരെ പ്രതിഷേധമുയർന്നത്. ഗണേഷ് കുമാറിനെതിരെ സംസാരിച്ച ഉടൻ ഒരു സംഘം വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായെത്തി. ചടങ്ങിന് ശേഷം പുറത്തുപോയ തിലകനെ പുറത്തുനിന്നെത്തിയ ഒരു സംഘം ആളുകൾ തടഞ്ഞുവെച്ചു. തുടർന്ന് പോലീസ് എത്തിയാണ് തിലകനെ മോചിപ്പിച്ചത്. എനിക്ക് കഴിഞ്ഞ മാസം വരെ അമ്മയിൽ നിന്ന് 2500 രൂപ പെൻഷൻ അയച്ചു തന്നിരുന്നു. പെൻഷൻ എന്ന് വെച്ചാൽ കൈനീട്ടം എന്ന പേരിൽ അയച്ചുകൊണ്ടിരുന്നൊരു സംഗതി. അപ്പം ഞാനത് നിഷേധിച്ചു. എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല. നേരത്തെ അയച്ചു തന്നിരുന്നത് ചെക്കായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ രേഖ അമ്മയുടെ കൈവശമുണ്ടെന്ന്. ഞാൻ ഇന്നലെ ബാങ്കിൽ വിളിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ അക്കൗണ്ടിലാണ് തുക വന്നിട്ടില്ല. എല്ലാ മാസവും 2500 രൂപ അയച്ചു എന്നാണ് പറഞ്ഞത്. ഒരു മാസം പോലും 2500 രൂപ അമ്മയുടെ വശത്തു നിന്ന് വന്നിട്ടില്ല.